നിരന്തരം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സൂറത്തുൽ ശുആറയിൽ ആ ദുആ കൊടുക്കുന്നു. ഇതേപോലെ ആ ദുആയുടെ അവസാനം പറയുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ മഹ്ശറിൽ രക്ഷപ്പെടുന്നത് രോഗമില്ലാത്ത ഹൃദയവുമായി വരുന്നവരാണ്. രോഗമില്ലാത്ത ഹൃദയവുമായി വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിനെ ബാധിക്കുന്ന കുറേ രോഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രോഗമാണ് അഹങ്കാരം എന്ന് പറയുന്നത്, കിബിർ. ലോകത്ത് അഹങ്കാരി എന്ന പേര് സ്വയം ഏറ്റെടുത്ത നാഥനാണ് നമ്മുടെ നാഥൻ റബ്ബ്. അല്ലാഹുവിന്റെ ഒരു പേരാണ് മുതക്കബ്ബിർ. മുതക്കബ്ബിർ എന്ന് പറയുമ്പോൾ അഹങ്കരിക്കാൻ അവകാശമുള്ളവൻ. പക്ഷെ മലയാളത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞല്ല അഹങ്കാരി. കാരണം അഹങ്കരിക്കാൻ അവകാശമുള്ള ഒറ്റയാളേ ഉള്ളൂ, അത് റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ്. നമുക്ക് അഹങ്കരിക്കാൻ എന്താ അവകാശമുണ്ട്? നമ്മളൊക്കെ ചിലപ്പോൾ പറയും നമ്മുടെ ഈ പറഞ്ഞ ശത്രുവൊക്കെ ഊരി ഒരു ചെറിയ നിക്കറുമൊക്കെ ഇട്ട് നമ്മുടെ ശരീരത്തിൽ കുറച്ച് എണ്ണയൊക്കെ ധരിച്ചിട്ട് നമ്മുടെ മസിലൊക്കെ ഇങ്ങനെ പെരുക്കിയിട്ട് നമ്മൾ പറയും ഞാൻ വല്ലാത്ത ആരോഗ്യമുള്ളവരാണ്. ഈ ആരോഗ്യത്തിന്റെ അഹങ്കാരം നമ്മൾ കാണിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല നമ്മുടെ ഈ ശരീരത്തിന്റെ ഈ മസിൽ പവർ എല്ലാം നമ്മുടെ ശരീരത്തിലെ വേസ്റ്റിന്റെ ബലം മാത്രമാണ്. നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന കുറെ വേസ്റ്റ് ഉണ്ട്, ആ വേസ്റ്റിന്റെ ഒരു ബലം മാത്രമാണ്. അങ്ങനെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ഇച്ചിരി അറപ്പ് തോന്നും, അതുകൊണ്ട് പറയുക. കുറച്ച് നല്ല ഭാഷ പറഞ്ഞാൽ മലം. ഈ മലത്തിന്റെ ഒരു ആരോഗ്യം മാത്രമാണ് എനിക്ക് നിങ്ങൾക്കുള്ളത്. നമ്മൾ ആലോചിക്കുക, അല്ലാഹുക്കാകട്ടെ നമ്മൾ നോമ്പൊക്കെ പിടിച്ചത് ആഴത്താട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ നമ്മുടെ വയറിന് എന്തോ ഒരു അസ്വസ്ഥത. നാം ഒന്ന് കക്കൂസിലേക്ക് പോയി, ഇങ്ങോട്ട് വന്നു ഒന്നുകൊടുക്കാൻ നോക്കുമ്പോൾ വീണ്ടും ഒരു അസ്വസ്ഥത. ഒന്നുകൂടി അതേ ടോയ്ലറ്റിലേക്ക് പോയി. 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും അസ്വസ്ഥത. പിന്നെ നമ്മൾ വിളി തുടങ്ങും, അല്ലാഹുവേ എന്റെ നോമ്പ് ഇത് പോകുമെന്ന് തോന്നുന്നു. അത്രേ പോയുള്ളൂ, ഒരു 3 പ്രാവശ്യം മാത്രമേ പോയുള്ളൂ. പിന്നെയും ഒന്നുകൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ ഉടൻ വീട്ടിൽ ചെന്നിട്ട് പറയും, എന്റെ നോമ്പിന്റെ കാര്യം പ്രശ്നമാണ്, ഞാൻ പെട്ടെന്ന് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോട്ടെ. നമ്മുടെ ശരീരത്തിലെ വേസ്റ്റിനെ ഒന്ന് പിടിച്ചു നിർത്താൻ, നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന വേസ്റ്റിനെ ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള പെടാപ്പാടാണ്. പിന്നെ ഡോക്ടറെ എന്റെ നോമ്പ് പോകരുത്, എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ പുറത്തേക്ക് പോകുന്ന സാധനത്തിനൊന്ന് പിടിച്ചു നിർത്തണം. ഡോക്ടർ മരുന്നൊക്കെ ഇഞ്ചക്ട് ചെയ്തു, കാരണം വായിൽ കൂടെ മരുന്ന് കഴിച്ചാൽ നോമ്പ് മുറിയും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തു, ഇഞ്ചക്ഷനൊക്കെ എടുത്തു. എന്നിട്ട് പറഞ്ഞ് വേണ്ടി ട്രിപ്പ് ഇട്ടാലും നോമ്പ് മുറിയില്ല, ട്രിപ്പൊക്കെ ഇട്ട് ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ആ ട്രിപ്പിനിടയിൽ പറഞ്ഞു എനിക്ക് കക്കൂസിൽ പോകണം. വീണ്ടും ഒന്നുകൂടി പോയാൽ പിന്നെ തീരുമാനമെടുത്തു, എന്റെ നോമ്പ് ഇന്നത്തത് പോക്കാണ്. സുബഹി കഴിഞ്ഞിട്ട് 7 മണി പോലും ആയില്ല. 7 മണിക്ക് മുമ്പ് ഒരു 5 പ്രാവശ്യം കക്കൂസിൽ പോയപ്പോഴേക്കും പിന്നെ അല്ലാഹുവിനെ വല്ലാത്ത വിളിയായി. പൊന്ന സഹോദരങ്ങളെ, നമ്മുടെ ഈ ബലമൊക്കെ എവിടെ പോയി? നമ്മുടെ ഈ മസിൽ പവറൊക്കെ എവിടെ പോയി? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ തന്ന എന്തൊക്കെയോ കണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വല്ലാതെ അഹങ്കരിക്കുന്നത്. അഹങ്കരിക്കാൻ ഒന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൃത്യമായി നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. അബൂ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ജന്നത്തുൽ ബഖീൽ പോയവർക്കൊക്കെ അറിയാം. ആ പരിശുദ്ധമായ മദീന പള്ളിയുടെ തൊട്ടടുത്തുള്ള ഖബർസ്ഥാനാണ് ജന്നത്തുൽ ബഖീൽ. ആ ജന്നത്തുൽ ബഖീൽ അടക്കം ചെയ്തിരിക്കുന്ന ഒരു മഹൽ വ്യക്തിയാണ് മഹാനായ അബൂ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു അൻഹു. മഹാനവർ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുഖദാദിൽ അബ്ദി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളാകുമ്പോൾ ഒരു അടിമയെ, ഒരു മനുഷ്യനെ അവിടെ കൊണ്ടുവരും. അല്ലാഹു കാക്കട്ടെ, ചിലപ്പോൾ അത് ഞാനാകും, നിങ്ങളാകും. അല്ലാഹു കാക്കട്ടെ. കാരണം നമ്മുടെ ഈ പറഞ്ഞ അഹങ്കാരം അല്ലാതെ കയറി കഴിഞ്ഞാൽ നമ്മളെ ആയിരിക്കാം അവിടെ തൂക്കിയെടുത്ത് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം ഫയഖൂലു ലഹു, അല്ലാഹു ഈ മനുഷ്യനോട് ചോദിക്കും, അലം അജ്അൽ ലക സമഅ, നിനക്ക് നല്ല കേൾവി ഞാൻ തന്നില്ലായിരുന്നു. അലം അജ്അൽ ലക സമഅ, നല്ല കേൾവി ശക്തി നിനക്ക് തന്നില്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം കേൾക്കാം. എന്നിട്ട് പലപ്പോഴും നമ്മൾ പറയും, നിങ്ങൾ അവിടുന്ന് സംസാരിച്ചത് പൂർണ്ണമായിട്ട് ഞാൻ കേട്ടു കേട്ടോ. നമ്മളതിന്റെ അസ്രത്തിനെ പോലിരിക്കും. എന്തിനാ, നമ്മളെ കുറിച്ച് എന്തോ ഒരു പറയുകയാണ്. ആ പറഞ്ഞതിനകത്ത് നമുക്ക് ശക്തമായ പ്രതികാരമുണ്ട്, വല്ലാത്ത വിഷമമുണ്ട്, അല്ലെങ്കിൽ അതിനോട് പകയുണ്ട്. അതുകൊണ്ട് ആ പറഞ്ഞു തുടങ്ങുന്ന
സമയം മുതൽ അവസാനം വരെ വേണ്ടി വന്നാൽ നമ്മുടെ മൊബൈൽ എടുക്കുന്ന റെക്കോർഡ് നമ്മളെ ചെയ്യും. ഭയങ്കര കേൾവിയായിരുന്നു നമ്മുടെ കേൾവി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമയെ മഹ്ശറയിൽ കൊണ്ടുവന്ന് അവിടെ നിർത്തിയിട്ട് പറയുകയാണ്, അലം അജ്അൽ ലക സമഅ, നിനക്ക് ഞാൻ നല്ല കേൾവി തന്നില്ലേ, വ ബസറ, നല്ല കാഴ്ചയും തന്നില്ലേ. ഭയങ്കര കാഴ്ചയല്ലേ നമ്മുടെ കാഴ്ച, ആ കാഴ്ചയും ഞാൻ നിനക്ക് തന്നില്ലേ, വ മാല, ആവശ്യം പോലെ സമ്പത്തും തന്നില്ലേ. അതേപോലെ നമ്മൾ ഓരോരുത്തരുടെയും സമ്പാദ്യത്തെ കുറിച്ച് ആലോചിച്ച് നോക്കുക. കയ്യിൽ ചിലപ്പോൾ നോക്കുമ്പോൾ വലുതായിട്ടൊന്നും കാണില്ല, പക്ഷെ കോടികളുടെ ആസ്തി നമ്മുടെ ശരീരത്തിലുണ്ട്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, നമ്മുടെ കിഡ്നിക്ക് ഒരു ചെറിയ തകരാറ് വന്നാൽ അതുപോലെ 1 കോടി രൂപയുടെ വകയ്ക്ക്. ഒരു കിഡ്നിക്ക് ഒരു തകരാറ് വന്നതേ ഉള്ളൂ. നമ്മുടെ ശരീരത്തിൽ എവിടെന്നെങ്കിലും ഒരു കിഡ്നി എടുത്തൊന്ന് ഫിറ്റ് ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 1 കോടി രൂപ. അതിന്റെ പേരിൽ നമുക്ക് നിരന്തരം ചെലവുകളാണ്. സുന്ദരമായ ഹാർട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തന്നു. അതിലൂടെ ബ്ലഡ് ഇങ്ങനെ യഥേഷ്ടം ഓടുകയാണ്. മിനിറ്റിൽ എത്രയോ ലിറ്റർ കണക്കിന് ബ്ലഡ് ഓടുന്നു. ഇതിനെവിടെയെങ്കിലും ചെറിയൊരു ബ്ലോക്ക്, വലിയ ഇരുപ്രശ്നമൊന്നും കയറിയില്ല. ഒരല്പം കൊഴുപ്പ് അടിഞ്ഞു നമ്മുടെ ആ നരമ്പരടിയിൽ എവിടെയോ ഒന്ന് വന്നപ്പോ പറയാറുണ്ട് പഴയ ഭാഷയിൽ ചങ്കരയ്ക്കുന്നു, ചങ്കരപ്പ്. പണ്ട് ഇപ്പോഴല്ലേ അറ്റാക്കും ഒക്കെ ആയത്. പഴയ പറയുന്ന പ്രശ്നം എന്താ? ചങ്കരപ്പാണ്, നെഞ്ചുവേദനയാണ്. ഓടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് ഒരു പരിശോധന കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ആ റൂട്ട് ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം, കുറച്ച് അഴുക്ക് കയറിയിട്ടുണ്ട്. ചെറിയ ഒരു സുന നമ്മുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്തു, ഒന്ന് കടത്തി വിട്ടു. അത് പോയി അതൊന്ന് ഇടിച്ച് പൊളിച്ച് ആ റൂട്ടൊന്ന് ക്ലിയർ ആക്കി ആ ഭാഗത്ത് ഇടിച്ച് പൊട്ടിച്ചതിന്റെ പേരിൽ ഒരു ചെറിയ റിങ് അവിടെ കൊണ്ടുവന്നിട്ടു. ഒരു വളഞ്ഞ റിങ് ആ ഭാഗത്ത് കൊണ്ടുവന്ന് പിടിപ്പിച്ചു. അതേ കഴിഞ്ഞപ്പോ വരുന്നു 1,80,000 രൂപ. അതിന് ഒന്നുമില്ല, വലിയ കാര്യം, ഒരു ചെറുത്. ആ നരമ്പ് മൊത്തം കൂടി ഒന്ന് കൂട്ടി നോക്കുമ്പോ എത്ര കോടി രൂപയുടേതാണ് ഒരു ഹാർട്ടുമായി ബന്ധപ്പെട്ട് അള്ളാഹു നൽകിയിരിക്കുന്നത്. ഒരു കരട് മാറ്റിവെക്കൽ വന്നാൽ എത്ര ലക്ഷമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരത്തിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് എത്ര കോടി രൂപയുടെ ആസ്തിയാണ്. അത് കൂടാതെ നമ്മുടെ പുറത്തുനിന്ന് അല്ലാഹു അൽഹംദുലില്ലാഹ് നമ്മൾ ആരും ആരുടെ മുന്നിൽ കൈനീട്ടിയല്ല ജീവിക്കുന്നത്. നമ്മളൊക്കെ അധ്വാനിച്ച് ജീവിക്കുന്നവരാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, നിനക്ക് ഞാൻ കുറെ സമ്പത്തും നൽകിയില്ലേ. അപ്പൊ വലത അത് നമ്മൾ ആലോചിച്ചപ്പോൾ ഒരാളൊരു സന്താനമില്ലെങ്കിൽ അവരുടെ മനസ്സിന്റെ വിഷമം എത്രയാ. കാരണം നമ്മുടെ കുടുംബം അവിടെ തകരുകയാണ്, അവിടെ തീരുകയാണ്. പിന്നെ നമുക്ക് ദുആ ചെയ്യാൻ ഒരാളില്ല. നേരെ മറിച്ച് സന്താന പരമ്പര ഉണ്ട് എങ്കിൽ അവരിങ്ങനെ എപ്പോഴും ദുആ ചെയ്യും, റബ്ബന ഇഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ. അല്ലാഹുവേ, നമ്മുടെ പിതൃ പരമ്പര, മാതാക്കളുടെ പരമ്പര അവർക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് ആ ദുആ അവിടെ മുറിയുകയല്ലേ. അല്ലാഹു നമുക്ക് ധാരാളം സമ്പത്ത് തന്നു, അതുപോലെ നല്ല മക്കളെയും നൽകി. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, വസഖർതു ലക്കൽ അൻആം, എല്ലാ മൃഗങ്ങളെയും നിനക്ക് ഞാൻ കീഴ്പ്പെടുത്തി തന്നില്ലേ. എന്റെ ശരീരത്തിന് ആ കൂടി ചിലപ്പോൾ 1 കിൻഡൽ പോലും വെയിറ്റില്ല, പക്ഷെ നീയാണ് എല്ലാ മൃഗങ്ങളെയും. ആനയെ ഒരു കമ്പ് കൊണ്ട് നേരെയാക്കി പാവം നമ്മുടെ മുമ്പിൽ നിന്ന് കരയുകയാണ് ഒരടി കൊണ്ടിട്ട്. ആ ആന ആരാ? ആ ആനയുടെ തുമ്പിക്കൈ കൊണ്ടോ വാല് കൊണ്ടോ ഒന്ന് ചുരുട്ടി അടിച്ചാൽ നമ്മൾ എവിടെയോ പോകും. ചിലപ്പോൾ അതിന്റെ സ്വഭാവം കാണിക്കുന്നുണ്ട്, മനുഷ്യരെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കാലിൽ മനുഷ്യന്റെ ഒന്ന് ചവിട്ടി വെക്കും, മറ്റേ കാലുകൊണ്ട് ഒരു തട്ട് തട്ടും. മനുഷ്യൻ 2 പീസായിട്ട് സെക്കൻഡ് സമയം കൊണ്ട് മാറും. പ്രിയമുള്ളവരെ, അത്രയും വലിയ ആനയെ വെറും ഒരു കമ്പ് കൊണ്ട് ഇവൻ നിയന്ത്രിച്ച് നിർത്തുന്നു എന്ന് തുടങ്ങി ഏത് മൃഗത്തെയും. ഒരു പോത്ത് സ്റ്റേണായാൽ പോലെ, ഒരു കാള സ്റ്റേണായാൽ പോലെ നമ്മളൊക്കെ എല്ലാ ഭാഗത്തും ഓടി രക്ഷപ്പെടുകയില്ലേ. പക്ഷെ അല്ലാഹു എന്ത് ചെയ്യുക? പറയുകയാണ്, വസഖർതു ലക, നിനക്ക് ഞാൻ അധീനപ്പെടുത്തി തന്നു, കീഴ്പ്പെടുത്തി തന്നു. എന്തിനാൽ അനാമ, എല്ലാ മൃഗങ്ങളെയും നിനക്ക് കീഴ്പ്പെടുത്തി. മൂർഖം പാമ്പിനെ എടുത്തിട്ട് കളിപ്പിക്കല്ലേ മനുഷ്യൻ. മൂർഖം പാമ്പിന് ഇവൻ കാണിക്കുന്ന കൈയുടെ ആക്ഷൻ അനുസരിച്ച് ആ മൂർഖം പാമ്പ് കളിച്ചു കൊടുക്കുകയാണ് അവന് വേണ്ടി. എന്തിനാ? അവൻകണ്ട് ആസ്വദിക്കട്ടെ. അല്ലാഹു ചെയ്തതൊരു പണിയല്ലേ. വസഖർതു ലക്കൽ അൻആം, മൃഗങ്ങളെ ഒക്കെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു, നിനക്ക് കീഴ്പ്പെടുത്തി തന്നു. അത് കഴിഞ്ഞിട്ട് വൽ ഹർസ, ആവശ്യം പോലെ കൃഷി തന്നു. ഒരു നെല്ലിന്റെ മണിയാ നീ അവിടെ കുഴിച്ചിട്ടത്, നിനക്ക് തിരിച്ചു 100 കണക്കിന് നെല്ലാണ് ഇങ്ങോട്ട് തന്നത്. ഒരു തേങ്ങ നീ കുഴിച്ചിട്ടത്, 100 കണക്കിന് തേങ്ങയും കരിക്കുമാണ് നിനക്ക് തിരിച്ചിങ്ങോട്ട് തന്നത്. അങ്ങനെ ഏതെടുത്ത് നോക്കിയാലും ആവശ്യം പോലെ കൃഷി. അത് മനുഷ്യനെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. മനുഷ്യൻ കൃഷി ചെയ്യുന്നു, അല്ലാഹു തീരുമാനിക്കുക. നിനക്കൊന്നും ഞാൻ ഒരു തേങ്ങ പോലും അതിൽ തരില്ല, ഒരു നെല്ല് പോലും തരില്ല എന്നൊരു തീരുമാനമെടുത്താൽ പ്രിയമുള്ളവരെ നമ്മുടെ അവസ്ഥ എന്താകും? വൽ ഹർസ, കൃഷി ആവശ്യം പോലെ നിനക്ക് ഞാൻ തന്നില്ലേ. അല്ലാഹു ഇങ്ങനെ ഓരോന്ന് ചോദിക്കുക. എല്ലാം ചോദിച്ചിട്ട് അവസാനം മുഖത്ത് നോക്കിയിട്ടൊരു ചോദ്യമുണ്ട്,
ഒരു പറച്ചിലുണ്ട്, നിന്നെ ഞാനങ്ങ് വിട്ടു. കന്നാലിയെ അഴിച്ചുവിട്ട് മേയാൻ വിടുന്നത് പോലെ നിന്നെ ഞാനങ്ങ് അഴിച്ചു വിട്ടു. നമ്മളെ അള്ളാഹു അഴിച്ചു വിട്ടേക്കല്ലേ. നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരാടിനെ അല്ലെങ്കിൽ ഒരു പശുവിനെ നല്ലൊരു തോട്ടത്തിൽ കൊണ്ട് നമ്മൾ അഴിച്ചു വിട്ടാൽ അതിന്റെ പണി എന്താ? എവിടെയെല്ലാം നടന്ന് തിന്നാൻ നോക്കുമ്പോ അവിടെ എല്ലാം നടന്ന് തിന്നും. ഇതുപോലാണോ ഇന്ന് ഞാനും നിങ്ങളും? നമ്മളെ അള്ളാഹു മേയാൻ വിട്ടു. നമുക്ക് അതിർവരമ്പുകളില്ലാത്ത ഒരു ഓട്ടമാണ് ഓടുന്നത്. നമ്മൾ കൈകൊണ്ട് എടുക്കുന്നതൊക്കെ നമുക്ക് അനുവദിക്കപ്പെട്ടതാണോ? നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുന്നതൊക്കെ അനുവദിക്കപ്പെട്ടതാണോ? നമ്മൾ തിന്നുന്നതൊക്കെ അനുവദിക്കപ്പെട്ടതാണോ? ഞാനും നിങ്ങളും സുഖിക്കുന്നത് അനുവദിക്കപ്പെട്ട വഴികളിൽ മാത്രമാണോ? പക്ഷെ നമ്മൾ വിചാരിക്കുന്നുണ്ട് ആരും നമ്മളെ നിയന്ത്രിക്കാനില്ല എന്ന്. അള്ളാഹു പറയുകയാണ്, ഇല്ല, നിന്നെ നിയന്ത്രിക്കാൻ എനിക്ക് ഒക്കുമായിരുന്നു. നിന്റെ കാലിന്റെ മുട്ടിന്റെ ഒരു സന്ധിക്ക് ഒരു ചെറിയ പ്രശ്നം തന്നാൽ മതി, പിന്നെ നീ നിൽക്കുന്നിടത്ത് ചലിക്കില്ലായിരുന്നു. നിന്റെ തലച്ചോല നരമ്പിൽ ഒരു ചെറിയ കുഴപ്പം വരുത്തിയാൽ മതിയായിരുന്നു, പിന്നെ നീ സ്വസ്ഥമായിട്ട് ഉറങ്ങില്ലായിരുന്നു. നിനക്ക് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം തന്നാൽ മതി, നിന്നെ ജനങ്ങൾ ഭ്രാന്തൻ എന്ന് വിളിക്കുമായിരുന്നു. നിന്റെ ചെവിയിൽ ഒരു ചെറിയ പ്രശ്നം തന്നാൽ മതി, നിന്നെ ജനങ്ങൾ പൊട്ടാന്ന് വിളിക്കുമായിരുന്നു. പക്ഷെ ഇല്ല, ഞാൻ ഒന്നും ചെയ്തില്ല. തറക്തുക, നിന്നെ ഞാൻ അങ്ങ് വിട്ടു. എങ്ങനെ? നീ ഇവിടെ നേരട്ടെ, നേഞ്ഞ് നടക്കട്ടെ, പോകാൻ പറ്റുന്നതിന്റെ പരമാവധി നീ ഒന്ന് പോകട്ടെ, നിന്നെ ഞാൻ അങ്ങ് അഴിച്ചു വിട്ടു. എന്നാൽ അതിന്റെ ഇടയിൽ എന്താ നല്ല അടിമകളുണ്ടായിരുന്നു. ആ അടിമകളുടെ പേര് അവരെങ്ങനെ ഓടാൻ തയ്യാറായില്ല. അവരെങ്ങോട്ട് നോക്കുമ്പോൾ ഒന്ന് ആലോചിക്കും. ചിലപ്പോൾ ഒരു പെണ്ണിലേക്ക് നോക്കുന്നു, ഒറ്റ നോട്ടത്തിൽ അവന്റെ മനസ്സിൽ ഓടി ഭയം വരുന്നു. ഇല്ല, ഇതിന് അനുവദിക്കപ്പെട്ടതല്ല. ഞാൻ അങ്ങോട്ട് നോക്കാൻ പറഞ്ഞത് ഹറാമാണ്. നല്ല നോട്ട് കെട്ടുകൾ കിടക്കുന്നു, ആരും കാണാനില്ല. വേണ്ട, ഇതെനിക്ക് അനുവദിക്കപ്പെട്ടതല്ല, ഇത് ഹറാമാണ്, എനിക്ക് ഹലാലല്ല ഇത്. ഇങ്ങനെ എല്ലാത്തിനും ഹലാല് ഹറാമ് നോക്കി ജീവിക്കുന്ന എത്രത്തോളം പ്രിയമുള്ളവരെ, പള്ളിയിൽ വന്നിട്ട് വെള്ളം കുടിക്കുന്നതല്ല, പള്ളിയിൽ വന്നിട്ട് ഇവിടുത്തെ വെള്ളം എടുത്ത് കുടിക്കാൻ മടിക്കുന്ന ആൾക്കാർ നമ്മുടെ മസ്ജിദിലുണ്ട്. മറ്റൊന്നുകൊണ്ടുമല്ല, ഇത് ആർത്തതാണെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സംബന്ധം ഹലാലാണോ ഹറാമാണോ, 2 മണിക്കൂർ അല്പം ദാഹത്തെ സഹിച്ചാൽ പോലെ എന്ന് ആഗ്രഹിക്കുന്നവർ ഈ കാലത്തുമുണ്ട്, 2026 നമുക്ക് അൽഹംദുലില്ലാഹ് അനുവദിക്കപ്പെട്ടതാണ്. മാഷാഅല്ലാഹ്, നല്ല മനുഷ്യന്റെ വെള്ളമാണ്, എല്ലാവർക്കും. ഞാൻ എന്തെങ്കിലും ചോദിച്ചു, ആർത്തതാണ് ഈ വെള്ളം, ഒരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ സൂക്ഷ്മ ജീവനം നയിക്കുന്ന ആൾക്കാരുടെ ഇടയിലാണ് പിടിച്ചുപറിക്കാരായ ഒരു കൂട്ടം മനുഷ്യർ. അവരെല്ലാ ഭാഗത്തും നമ്മളൊരു കന്നാലിയെ പോലെ മേയുകയാണ്. സമ്പാദ്യ വിഷയത്തില്, സുഖിക്കുന്ന വിഷയത്തില്, തിന്നുന്ന വിഷയത്തില്, എല്ലാ വിഷയത്തിലും അവർ മേഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവസാനം അല്ലാഹുവിന്റെ ചോദ്യമുണ്ട്, നീ ധരിച്ചോ ഇങ്ങനെ ഒരു ദിവസമേ ഞാനും നീയും തമ്മിലൊന്ന് കണ്ടുമുട്ടണമെന്നുള്ള ധാരണ നിനക്ക് ദുനിയാവിൽ ഉണ്ടായിരുന്നോ? അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ ചെന്ന് നിൽക്കേണ്ടി വരും. അന്ന് ഇങ്ങനെ കുറച്ച് ചോദ്യം ചോദിക്കും. ആ ഒരു ധാരണ നിനക്കുണ്ടായിരുന്നോ? അറിയാതെ ആ മനുഷ്യൻ ആ സമയത്ത് ഇല്ല റബ്ബേ, നീ എന്നൊരു ചിന്ത എനിക്ക് ഈ ഓട്ടത്തിനിടയിൽ വന്നിട്ടില്ല. എന്റെ മനസ്സിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഞാൻ ഇങ്ങനെ ഓടി, ഞാനൊരു അഹങ്കാരിയായിരുന്നു. ആ സന്ദർഭത്തിൽ അല്ലാഹു അവനോട് പറയും, പ്രശ്നമൊന്നുമില്ല, അൽ യൗമ അൻസാക കമാ നസീതനി. അന്ന് നീ എന്നെ മറന്നില്ലേ? ഞാനാകുന്ന ഒരു രാജാതിരാജൻ ഉണ്ട് എന്നുള്ള കാര്യം നീ മറന്നല്ലേ ജീവിച്ചത്? തൽക്കാലം ഞാനും നിന്നെ കണ്ടില്ല, ഞാനും നിന്നെ മറക്കുന്നു. എന്റെ മരക്കളുണ്ട്, അവർ നിന്നെ കൈകാര്യം ചെയ്തുകൊള്ളും. അവർ നിന്നെ കൈകാര്യം ചെയ്യണം, അവരുടെ ഡ്യൂട്ടിയാണ്. പോലീസുകാർക്ക് സാധാരണ മയം ഉണ്ടാകില്ല, കാരണം അവരുടെ ഡ്യൂട്ടിയാണ് അവർ ചെയ്യുന്നത്. അത് സ്വന്തം വാപ്പ് വന്നാലും ചിലപ്പോൾ ഒരു തല്ലിക്കളയും. പ്രിയമുള്ളവരെ, അത് ഇവിടുത്തെ പോലീസ് ഡ്യൂട്ടിയാണ് എങ്കിൽ അല്ലാഹുവിന്റെ മുന്നിലുള്ള മലക്കളുടെ ഡ്യൂട്ടി ഇങ്ങനെയല്ല. ഏതാണോ ഏൽപ്പിച്ചത് ആ ദൗത്യം അവർ നിർവഹിക്കും. പ്രിയമുള്ളവർ, ഒന്ന് ആലോചിച്ച് മുന്നിലേക്ക് നീങ്ങുക. പരിശുദ്ധ റമദാനാണ്. നമുക്ക് ഈ സന്ദർഭത്തിൽ എന്ത് ഡിലീറ്റ് ചെയ്യാം? നമ്മളിപ്പോ ഒരുപാട് മദ്യപിച്ചു പോയി, ഒരു പ്രശ്നവുമില്ല, ഉടമസ്ഥരോട് പറഞ്ഞാൽ മതി, അല്ലാഹുവേ ഞാൻ ഒരുപാട് മദ്യപിച്ചു, നീ പാടില്ല എന്ന് പറഞ്ഞതാണ്. ഇല്ല, ഞാൻ ഓടി റബ്ബേ, നീ ഉണ്ടെന്നുള്ള ബോധം എനിക്കില്ലായിരുന്നു. അല്ലാഹുവേ പുറക്കണേ പടച്ചോനെ. നാം ഒരുപാട് വ്യഭിചരിച്ചു പോയി, ആരെയും കാണാനില്ലാത്ത സന്ദർഭം നോക്കി പലയിടത്തും നമ്മൾ കയറി. വിഷമിക്കണ്ട, കരഞ്ഞാൽ മതി. അല്ലാഹുവേ അരുതാത്തത് പോയി പടച്ചോനെ, മാപ്പാക്കണേ. പ്രിയമുള്ളവരെ, ഈ സന്ദർഭം നമ്മുടെ ഫയലുകൾ തിരുത്താൻ പറ്റിയ സന്ദർഭമാണ്.
കാറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഫയലിൽ തിരുത്തലില്ല, അത് അതുപോലെ ഉടമസ്ഥന്റെ മുന്നിൽ ചെല്ലും. അതുകൊണ്ട് ഈ പരിശുദ്ധ റമദാൻ പ്രത്യേകിച്ച് കാരുണ്യത്തിന്റെ പത്തിലാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഫയലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. പ്രിയമുള്ളവരെ, ഏറ്റവും നല്ലത് നമുക്കറിയാം, നമ്മൾ പെൻസിലോട്ട് എഴുതി കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ റബ്ബറുണ്ട്, അതുകൊണ്ടൊന്നും വായിച്ചു കഴിയുമ്പോൾ അതങ്ങ് പോകെ എഴുത്ത് പോലും കാണില്ല. അതുപോലെ നമ്മൾ പേര കൊണ്ട് എഴുതും, മാഷാ അല്ലാഹ് നമ്മളിന്ന് ചെറുപ്പത്തിലില്ലായിരുന്നു, ഇപ്പൊ വൈകുന്നേരം ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് വായിച്ചു കഴിയുമ്പോ ചെറിയ വര അതുകൊണ്ട് കൊടുത്തു കഴിയുമ്പോ ആ എഴുതിയത് അതുപോലെ പോകും. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ കഴുകിക്കളയാൻ പറ്റുന്ന, അതിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന, അതിനെ മായ്ച്ചു കളയാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു വൈറ്റ്നർ നമ്മുടെ കയ്യിലുണ്ട്. ആ വൈറ്റ്നറിന്റെ വെളുപ്പില്ല, പക്ഷെ ആ വൈറ്റ്നറിന് ഭയങ്കര എഫക്റ്റ് ആണ്. അത് നമ്മുടെ കണ്ണുനീരാ. ഒരല്പം ഒഴിക്കാൻ മതി, ഒരല്പം കണ്ണുനീര്. അല്ലാഹുവേ, ഇത്രയും നന്ദികേട് കാണിച്ചിട്ട് എന്റെ കണ്ണിന്റെ കാഴ്ച നീ പിൻവലിച്ചില്ല, ഇത്രയും നന്ദികേട് കാണിച്ചിട്ട് എന്റെ നാക്കിനെ ഒന്ന് കുഴയുന്ന അവസ്ഥയിലാക്കിയില്ല. എന്റെ മുന്നിൽ എത്ര മനുഷ്യർ സ്ട്രോക്ക് ബാധിച്ച് അനങ്ങാതെ കിടക്കുന്നത്, ഞാൻ ഈ കാലുമായിട്ട് ഈ ശരീരവുമായിട്ട് എന്തെല്ലാം തെമ്മാടിത്തരങ്ങൾ കാണിച്ചു. അല്ലാഹുവേ, നീ എന്നെ എങ്ങും കുടുക്കിയില്ല, എന്നെ എല്ലാം രക്ഷപ്പെടുത്തി. അല്ലാഹുവേ, അത് നിനക്ക് എന്നോടുള്ള കൃപയല്ലേ പടച്ചവനെ. അതേ കൃപ മുന്നിൽ വെച്ച് നിന്നോട് യാചിക്കുന്നു, വന്നുപോയ തെറ്റൊന്ന് മാപ്പാക്കി താറപ്പേ. അല്ലാഹു ഇഷ്ടപ്പെട്ട് മാപ്പാക്കി കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. നിന്റെ പാപം പൊറുക്കുമെന്നല്ല, യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, നീ ചെയ്ത തെറ്റ് മുഴുവൻ നിനക്ക് നന്മയായിട്ട് ഞാൻ മറിച്ചു തന്നേക്കാം എന്ന് പറഞ്ഞാൽ 100 പെണ്ണിനെ വ്യഭിചരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 100 പ്രാവശ്യം നീ വ്യഭിചരിച്ചിട്ടുണ്ട്, ആത്മാർത്ഥമായി തൗബ ചെയ്താൽ ആ വ്യഭിചരിച്ചു എന്നുള്ള പാപത്തെ 100 പ്രാവശ്യം ഇബാദത്തെടുത്തു എന്നുള്ള ഇബാദത്താക്കി പകരം ലോഡാക്കി തിരിച്ചു തന്നേക്കാമെന്ന്. അതിനെ കഴുകി വൃത്തിയാക്കിയിട്ട് ചെയ്യണം. എന്റെ വാക്കേണ്ട ഖുർആനാണ്, നമുക്ക് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. യുബദ്ദിലുള്ള, അല്ലാഹു ബദലാക്കും, മലയാള വാക്കാ. യുബദ്ദിലുള്ള, അല്ലാഹു പകരമാക്കും. സയ്യിആതിഹിം, അവരുടെ ഓരോ തെറ്റിനെയും ഹസനാത്ത്, നന്മയാക്കി മറിച്ച് വെയിറ്റ് ആക്കി തന്നേക്കാം. അതാ 100 പേരെ കൊന്ന മനുഷ്യൻ, നമുക്കറിയാം ചരിത്രം. 100 പേരെ കൊന്ന മനുഷ്യൻ അവസാനം സ്വർഗവാസിയായി മരിച്ചപ്പോ എങ്ങനെ പറ്റി? 100 പേരെ കൊന്നത് അവനെ ഇബാദത്താക്കി അല്ലാഹു മറിച്ചു കൊടുത്തതാണ്. പ്രിയമുള്ളവരെ, ആ വലിയ അവസരമുണ്ട്. പരിശുദ്ധ റമദാനാണ്. പരമാവധി നമ്മൾ ഓരോരുത്തരും അത് മുതലാക്കാൻ ശ്രമിക്കുക. അല്ലാഹു ദയാലുവാണ്, നമ്മളോട് ദയ കാണിക്കും, കൃപ കാണിക്കും. അല്ലാഹു നമ്മോട് കൃപ കാണിക്കുമാറാകട്ടെ. വന്നുപോയ അബദ്ധങ്ങൾ എത്ര വലുതാണെങ്കിലും അല്ലാഹു അത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ മസ്അല